ഒരു പെൺകുട്ടിക്ക് 13-14 വയസ്സായിട്ടും പ്രായപൂർത്തിയാവാനുള്ള മാറ്റം തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാണോ? കൗമാരപ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് പ്യൂബർട്ടി തുടങ്ങിയെന്ന് പാരന്റ്സിന് എങ്ങനെ മനസ്സിലാക്കാം? പ്യൂബർട്ടി എന്ന് പറയുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം മാറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതിൽ നമുക്ക് പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ശാരീരിക മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പെൺകുട്ടിക്ക് ഫസ്റ്റ് സൈൻ ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. ബ്രെയിനിൽ നിന്ന് ഹോർമോൺസ് വന്ന് ഓവറിയിൽ പ്രവർത്തിച്ച് ഈസ്ട്രജൻ ഉണ്ടാവുമ്പോഴാണ് ബ്രസ്റ്റ് ചേഞ്ചും യൂട്രസ് ഡെവലപ്മെന്റും ഒക്കെ സംഭവിക്കുന്നത്. ഇത് സാധാരണ 8 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്കാണ് തുടങ്ങുന്നത്. ഇതോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് വന്നിട്ട് അഡ്രീനൽ ഗ്രന്ഥിയിൽ പ്രവർത്തിച്ച് ആൻഡ്രജൻസ് എന്നുള്ള ഹോർമോൺ ഉണ്ടാവുന്നത് കാരണം മുഖക്കുരു, ആക്നെ, ഹെയർ ഗ്രോത്ത്, പിന്നെ ബോഡി ഓർഡർ, ഇതൊക്കെ ഇതിന്റെ കൂടെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് കൂടെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. ചില കുട്ടികൾക്ക് 1-2 കൊല്ലം മുമ്പേ തന്നെ ഈ മാറ്റങ്ങൾ തുടങ്ങാം. ചിലപ്പോൾ കുറച്ച് താമസിക്കാനും സാധ്യതയുണ്ട്. ബ്രസ്റ്റ് ചേഞ്ച് തുടങ്ങിയതിന് ശേഷം 1.5 തൊട്ട് ഏകദേശം 3.5 വർഷത്തിനിടയ്ക്കാണ് ഫസ്റ്റ് പീരീഡ്സ്, ഫസ്റ്റ് ആർത്തവം സംഭവിക്കുന്നത്. ഏകദേശം ഒരു 1.5 തൊട്ട് 3.5 വർഷം വരെ ഈ ഒരു പീരീഡിൽ കുട്ടികൾക്ക് പൊക്കത്തിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഏകദേശം 20 തൊട്ട് 25 സെന്റിമീറ്റർ ആണ് ഈ ഒരു പീരീഡിൽ കൂടുന്നത്. 8 വയസ്സിന് മുമ്പ് ബ്രസ്റ്റ് ചേഞ്ച് തുടങ്ങുന്നത് വളരെ നേരത്തെയാണ്. ഇങ്ങനെ തുടങ്ങിയാലുള്ള പ്രോബ്ലം പീരീഡ്സ് നേരത്തെ വരുന്നത് കൊണ്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടാതെ ഈ ഹൈറ്റിനെ എഫക്റ്റ് ചെയ്യും. നേരത്തെ പ്യൂബർട്ടി സംഭവിച്ചാൽ എല്ലിന്റെ വളർച്ച അതോടെ നിൽക്കുകയും ഫൈനൽ ഹൈറ്റ് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട്. 13 വയസ്സായിട്ടും ഒരു പെൺകുട്ടിക്ക് പ്യൂബർട്ടിയുടെ ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലോ, അതായത് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലോ, 15 വയസ്സായിട്ടും ഫസ്റ്റ് പീരീഡ്സ് സംഭവിച്ചിട്ടില്ലെങ്കിലോ അത് എന്താണ് കാരണമെന്ന് പരിശോധിക്കേണ്ടതാണ്. അതിനുള്ള വിശദമായിട്ടുള്ള ടെസ്റ്റുകളും ട്രീറ്റ്മെന്റും ചെയ്യേണ്ടതാണ്.